നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നായരമ്പലത്താണ്. വൈപ്പിൻ മുനമ്പം റോഡ് എന്ന് പറയും. വൈപ്പിൻ മുനമ്പത്തുള്ള രണ്ട് പുതിയ യുവ സംരംഭകരെ നമ്മളിന്ന് കാണാൻ വന്നിരിക്കുകയാണ്. സംരംഭകർ എന്ന് പറഞ്ഞാൽ അധികം പ്രായമൊന്നുമില്ല, +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണവർ. അപ്പോൾ അവരുടെ വിശേഷങ്ങളെക്കുറിച്ചുള്ള ബ്ലോഗാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. നമുക്ക് അകത്തോട്ട് ചെല്ലാം. അപ്പോൾ അത് വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒത്തിരി ചെടികൾ വെച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചെടികളുടെ പേരും നാളും ഒന്നും അറിയത്തില്ല. നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ഇതുണ്ട്, ഓരോ ചെടികൾ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വിൽപ്പനയും നടത്തുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ സംരംഭകരുടെ യുവ സംരംഭകരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. അതെ, ഒരാളിവിടെ നിൽപ്പുണ്ട്. ഹായ്. എന്തുണ്ട് വിശേഷം? സുഖം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഓസ്റ്റിൻ. ഓസ്റ്റിൻ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളെന്ന് പറഞ്ഞേ? കൂടുതൽ വിശേഷങ്ങളെന്ന് പറയാൻ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം ലോക്ക്ഡൗൺ തന്നെയാണ്. ഇപ്പോൾ ആൾക്കാർ വീട്ടിൽ തന്നെ ആയിരുന്നു 21 ദിവസം. അപ്പോൾ ബോറടിയും എല്ലാം കൂടി ആയിട്ട് അപ്പോൾ കളിക്കാനൊരു വഴിയില്ല, പുറത്തിറങ്ങാനൊരു വഴിയില്ല. അപ്പോൾ എന്തുകൊണ്ട് തന്നെ നമുക്കൊരു ഓക്സിജൻ കിട്ടുന്ന ഒരു പരിപാടി നമുക്ക് തുടങ്ങിക്കൂടാ എന്നൊരു ചെറിയൊരു ഐഡിയ. ഫ്രീ ടൈമിൽ നമ്മളിരിക്കുമ്പോൾ സാധാരണ ഒരു ഐഡിയ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പപ്പയുടെ അമ്മയുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് നമുക്ക് നോക്കാം എന്നൊരു മൈൻഡിൽ. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു. ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞു, പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് സമയമുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡീസിനും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റിയ പ്ലാനും കൂടി. ഇപ്പോൾ +1 ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. എന്തോ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഒക്ടോബർ ലാസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇതുപോലെ പിന്നെ പറഞ്ഞു, ഒരു പ്രപ്പോസൽ വെച്ചു. അപ്പോൾ നമുക്ക് ചെയ്യാം. എന്താ പറയുക, ഇടിവെട്ട് പോലെ ഒരു ആഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനൊക്കെ ബേസിക് പ്ലാൻസ് റെഡിയാക്കി വെച്ച്. ഈ നമ്മളുടെ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ വന്ന് സെറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണോ? ഇതൊക്കെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് അവർ ചെയ്തതാണ്. അപ്പോൾ അടുത്തുള്ളൊരു പപ്പയുടെ ഫ്രണ്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറായി. അപ്പോൾ നമ്മുടെ അടുത്ത ഫേസ് 2 എന്ന് പറയുന്നൊരു കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് ആലോചിച്ച് അവർക്ക് വേണ്ട ചെടികൾ ഏതൊക്കെയാണ്, അവർ മെയിൻ ചെയ്യാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ടെൻറ്റേറ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അതിനുവേണ്ടി കുറേ തപ്പി കുറേ യാത്ര ചെയ്ത് എന്തൊക്കെ വേണമെന്നുള്ളത് ഫൈനലി റിസർച്ച് നടത്തി ആൻഡ് ഹിയർ വി ആർ. ഓക്കെ, അടിപൊളി. അപ്പോൾ നമുക്കിത് എവിടെ നിന്നൊക്കെയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്? കൂടുതൽ ഇത് മെയിനായിട്ട് തൃശ്ശൂർ മണ്ണുത്തി. അവിടെ ശരിയാണ്, അവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ പരിചയമുള്ളവരുടെ അടുത്ത് തന്നെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ അപ്പോൾ ആളുകൾ അറിഞ്ഞു തുടങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നവംബർ 21 സ്റ്റാർട്ട് ചെയ്തത്. ഒരു നല്ല നവംബർ 21 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടിപൊളി. നല്ലൊരു ആരംഭം വരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അടിപൊളി, നന്നായി. ഇപ്പോൾ വീട്ടിൽ എന്താ പറയുക, നമുക്ക് തന്നെ ഒരു മനസ്സിലൊരു സന്തോഷം. ചെടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അതിഥികളെ പോലെ തന്നെയാണ് പേരും. അതെ, ഒരു നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെ അല്ലേ? അംഗത്തിനും കിട്ടും. കൊള്ളാം, അത് കൊള്ളാം. അപ്പോൾ നമുക്ക് ഈ ചെടികൾ ഏതൊക്കെയാണ് ഓരോന്നോരോന്നായിട്ടൊന്ന് പറഞ്ഞു തരാമോ എനിക്ക്? ചെടികൾ ഏതൊക്കെയാണെന്ന് പറയാൻ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സ്, പിന്നെ ഫ്ലവറിങ്. ഇപ്പോൾ സീസൺ അനുസരിച്ച് ഇപ്പോൾ കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് പോയി എടുത്തായിരുന്നു സ്റ്റോക്ക്. അപ്പോൾ മെയിനായിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുന്ന എൻ്റെ ബ്രദറാണ്. ബ്രദർ അവിടെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ വരാട്ടോ, വർക്കിലാണെന്ന് തോന്നുന്നു. എന്താ പേരെങ്ങനെ ബ്രദറിൻ്റെ? എൻ്റെ പേര് അലക്സ്. ഓക്കെ. +2 പഠിക്കണം. രണ്ടുപേരും ഒരേ സ്കൂളിലാണോ? അല്ലല്ല, ഞാൻ ചെറായിലാണ്. പുള്ളി പഠിക്കുന്നത് ഭവൻസിൽ. ഓക്കെ. അവിടെ പഠിക്കണത്. അപ്പോൾ ഇനി പരീക്ഷയൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ പരീക്ഷ ഇമ്പ്രൂവ്മെന്റിന്റെ ഇതിലേക്കാണ്. നമുക്ക് ഓരോരോ ചെടികളൊക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്താവോ എന്തൊക്കെയാന്നുള്ളത്? നമ്മളിപ്പോ റോസ് ഉണ്ട്, സീനിക ഉണ്ട്. പിന്നെ സീനിക എന്ന് പറഞ്ഞാല് സീനിയ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് മിക്കതായിട്ട് നോക്കുന്നത്. പല വെറൈറ്റിയും ഉണ്ട്. അത് എന്തൊക്കെയാന്നുള്ളതൊന്ന് പറയാമോ? എനിക്ക് ചെടികളെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നുള്ളത്?
ഇത് ഇവിടെ നല്ലോണം പോകുന്ന ഒരു ഐറ്റമാണ്. ആ, മോർണിംഗ് സ്റ്റാർ എന്ന് പറയും. ആ, പൂവുള്ളൊരു ഹാങ്ങിങ് ആണ് മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ. ഓക്കെ, ബ്ലൂ കളറിലാണ്. ബ്ലൂ കളറിലെ നല്ല പൂവാണ്. ആ, ആ, ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കും. ആ. ഇത് വന്നുള്ളൂ പൂ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതൊന്ന് ചുരുങ്ങും. ആ, അടുത്ത ദിവസം പിന്നെ ഒരു പുതിയ പൂ ഉണ്ടാവും. പുതിയ പൂവ് ഉണ്ടാവും, ഡെയിലി ഉണ്ടാവും. ആ, ഓ, കൊള്ളാം കൊള്ളാം. അത് ഫുൾ ടൈം പൂ ഉണ്ടായി. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. ആണല്ലേ? ഒരു വൈബ്രന്റ് കളറാണല്ലോ. അതെ അതെ അതെ. ഇത് സിങ്കോണിയം എന്ന് പറഞ്ഞതാണ്. ആ, പണ്ടുണ്ടായിരുന്ന ചെടികളാണ്, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ഡിമാൻഡാണ്. ഇതൊരു ട്രെൻഡായി വന്നിട്ടേക്കാണ് ഇപ്പോൾ. ആ, കുറേ ഉണ്ട്. പിന്നെ ഇതേ നമ്മുടെ ഇൻവേർട്ടഡ് ഇതുണ്ട്, ലൈക്കോപോഡിയം എന്ന് പറയും. ഇൻവേർട്ടഡ് ലൈക്കോപോഡിയം. ആ, ഇത് ഇൻവേർട്ടഡ് താഴത്തേക്കാണ്. പ്ലാന്റ്സിൽ പെട്ടതാണ്. അത് തന്നെ താഴത്തോട്ട് ഓ, വളർന്നു. ഓക്കെ, അത് കൊള്ളാം. ഇത് നല്ലോണം വെള്ളം വേണ്ട റേറ്റ് ആണ്. ആ, പിന്നെ നമ്മുടെ മണി പ്ലാന്റ് തന്നെ, മണി പ്ലാന്റ് തന്നെ അത്. എൻജോയ് എന്ന് പറഞ്ഞ വെറൈറ്റി. ആ, എൻജോയ് എന്ന് പറയുന്നത്. Enjoy. ആ, ഓക്കെ, കൊള്ളാം. ഇവൻ ഇത്ര വെറൈറ്റി ആണ്. ഇവനെ വെള്ളത്തിൽ വളർത്താം, ചട്ടിയിലിടാം, അവനെ ഹാങ്ങിങ് നോക്കാം. ഓ, 3 രീതിയിൽ 3 രീതിയിൽ ഉപയോഗിക്കാം. ഇതിന്റെ പേരെന്താണ്? ഇതിനെ പെന്നി വോട്ട് എന്നും പറയും, കോയിൻ പ്ലാന്റ് എന്നും പറയും. കോയിൻ പ്ലാന്റ്. ഓക്കെ ഓക്കെ. ഇത് രണ്ടും അതല്ലേ? ആ, അത് തന്നെ. ആ, ഓക്കെ. ഇത് ബൊഗേനില്ല. ബൊഗേനില്ല ഹാങ്ങിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വരുന്നതാണ്. ആ, ആ, ആ. അത് നല്ല റെഡ് പൂവുണ്ടാവും. ഓക്കെ ഓക്കെ. അവിടെ കയറി വരുമ്പോൾ കണ്ടത്. ആ, ഇത് ആ വ്യത്യാസമുണ്ട്. ഇത് ഹാങ്ങിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വരുന്നത്. മറ്റേ ഹൈബ്രിഡ് എന്ന് പറയില്ല, ആ, ആ ടൈപ്പാണത്. ഓക്കെ ഓക്കെ. എൻ്റെ ഇത് കണ്ട സ്റ്റെം തന്നെ ഭയങ്കര ചെറുതാണ്, ആ, ആ, മുള്ളുമില്ല. മുള്ളുമില്ല. ആ, ഓക്കെ. ഇതിന് ശരിക്കും പക്ഷേ ഒരു മുള്ളുള്ളതല്ലേ? മുള്ളുള്ളതാണ്. ഇതിന് വേണ്ടി മോഡിഫൈ ചെയ്ത് തന്നെയാണ്, ഹാങ്ങിങ്ങിന് വേണ്ടി മാത്രമായിട്ട്. ഓ ഓ. പിന്നെ നമ്മുടെ ഈ നെൽസ്റ്റോമ എന്ന് പറഞ്ഞ ചെടി, ആ, എന്താ പ്രത്യേകത ഇതിന്? പൂവ് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ. ആ വയലറ്റ് കളർ. ഇത് വീടിന്റെ അവിടെയൊക്കെ ബോർഡർ പ്ലാന്റ് അങ്ങനത്തെ രീതിയിൽ വെക്കാൻ പറ്റിയ ഇനമാണ്. ആ, ആ, ആ. നല്ലോണം പ്രൂൺ ചെയ്ത് വെച്ച് നല്ല ഭംഗിയായിരിക്കും. ഭംഗിയായിരിക്കും. പിന്നെ ഫ്ലോറിംഗ് പ്ലാന്റ്സ് കുറേ ഉണ്ട്. എൻ്റെ പേരെങ്ങനെ എഴുതിയിരിക്കുന്ന? അത് വേറെ. വേറെയാണോ? സോറി, അത് വേറെ ഉണ്ടോ? പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതെല്ലാം അല്ലേ? പൂ ഇട്ടിട്ടില്ല. ആ, ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്. ഗ്രൗണ്ട് ഓർക്കിഡ്. ഓക്കെ ഓക്കെ. ഓർക്കിഡ് മരം തന്നെ ഉള്ളതല്ലേ നമുക്ക്, അല്ലേ? ഗ്രൗണ്ട് ഓർക്കിഡ്. ആ, ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്. അല്ല, ഇതേതാണ് ഈ സംഭവം? അത് ശരിക്കും ഇൻഡോർ ഐറ്റമാണ്, പുറത്തും വെക്കാൻ പറ്റിയ ഒരു ഐറ്റം. സിറ്റ് ഔട്ടിൽ വെക്കുന്ന ഒരു സാധനമാണ്. ആ, ആ, ഇൻഡോർ തന്നെയാണ് ശരിക്കും. ഫിക്കസിന്റെ തന്നെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി. ആ, ആ, ആ. സിക്കസ് അല്ലേ? ഫിക്കസ്. ഫിക്കസ്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മളിപ്പോ ഒരു പഴയ കളർ ചെടി എന്ന് പറഞ്ഞ ഇതിലുള്ള ചെടികളാണ്. അതെ അതെ. പോൾക്കാഡോട്ട് എന്ന് പറയും. ആ, പോൾക്കാഡോട്ട്. പോൾക്കാഡോട്ട്. പിന്നെ ഫേൺ ഉണ്ട്. ഫേൺ ഹാങ്ങിങ്ങിലും വന്നുണ്ട്. ആണോ? ഇതെന്താ പ്രത്യേകത ഫേണിന്? ഫേൺ ബോക്സ് മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണോ? ആ, അതെ. ഓക്കെ അവിടെയൊക്കെ വെച്ചാൽ നല്ല ലഷ് ഗ്രീൻ ആയിരുന്നു. ഓക്കെ. ആ, നല്ല പച്ച കളറിൽ തന്നെ. ശരിയാണ്. അതുപോലെ തന്നെ മണിപ്പലിന്റെ വേറൊരു വെറൈറ്റി നിയോൺ. നിയോൺ. ഇതല്ല, ഇതാ കുറച്ച് വെറൈറ്റി ഉണ്ട്. നിയോൺ ഉണ്ട്, എൻജോയ് ഉണ്ട്, മാർബിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. ഓക്കെ. അതുകൂടാതെ നമ്മൾ വേറെ ഇത് വെക്കാനുള്ള പോട്ടൊക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. പോട്ട് അല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടും നമുക്ക് വാങ്ങിക്കാം, ശരി. അല്ലേ? ആ. നമ്മളിത് ഈ സൈഡിലുള്ള ചെടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പുറത്ത് കുറേ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. ഇതെന്തൊക്കെയാണുള്ളത്? ഇതെല്ലാം ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. ഫ്രൂട്ട് പ്ലാന്റ്സ് ആണല്ലേ? ആ, ഹാ ഹാ. ഇത് നമ്മുടെ ഇതാണ് മറ്റേ നമ്മുടെ ബുഷ് ഓറഞ്ച്. മറ്റേ എന്താണ് അതിന്? ഇത് കുറച്ചും കൂടി വലുതാവൂലേ? ആ, വലുതാണ്. പിഴിഞ്ഞു കുടിക്കാവുന്ന. പിഴിഞ്ഞു കുടിക്കാവുന്ന. അതെ അതെ. കണ്ടില്ലേ? ഇപ്പൊ ഇവിടെ നക്ഷത്ര മരങ്ങൾ എന്ന് പറയുന്നത്, നക്ഷത്ര മോതിരം എന്ന് പറയുന്ന പോലെ തന്നെ ആ, നക്ഷത്ര വൃക്ഷങ്ങളുണ്ട്. അതൊക്കെ അവൈലബിൾ ആണ്. ഓ, നമ്മളിപ്പോ അത് ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഏത് നാളുകാർക്ക് ഏത് മരമാണെന്ന് അറിയാൻ വേണ്ടി ഫ്ലെക്സ് വരെ അടിച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇതിപ്പോൾ നമ്മളെ നാടൻ മരങ്ങളൊക്കെയാണല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അതെവിടെ ഇരിക്കുന്ന? വൃക്ഷങ്ങളത് ഇതാണ് ഡീറ്റെയിൽസ്. ഓക്കെ ഓക്കെ. ഡീറ്റെയിൽസ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആണ്ടാ, നക്ഷത്ര വൃക്ഷങ്ങൾ. ഇപ്പോൾ അശ്വതിക്കാർക്കാണെങ്കിൽ കാഞ്ഞിരം, ഭരണിക്കാർക്കാണെങ്കിൽ നെല്ലി, കാർത്തികക്കാർക്കാണെങ്കിൽ അത്തി, രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഞാവൽ, മകയിരത്തിലാണെങ്കിൽ കരിങ്ങാലി. കരിങ്ങാലി വെള്ളമൊന്നൊക്കെ കേട്ടില്ല, അതാണ് കരിങ്ങാലി. തിരുവാതിര നക്ഷത്രത്തിലാണെങ്കിൽ കരിമരം. ആ, പുണർദത്തിനാണെങ്കിൽ മുള, പൂയം അരയാൽ, ആയില്യം നങ്ക്, അല്ലേ? മകം പേരാൽ, പൂരം നക്ഷത്രക്കാർക്ക് പ്ലാശ്, ഉത്രം ഇത്തിപ്പഴം, ഇത്തിയല്ലേ? അത്തം അമ്പഴം, ചിത്രക്കാർക്ക് കൂവള. ഓ, ഞാൻ ചിത്രയാണ്. ചോദ്യം എൻ്റെ അച്ഛൻ്റെ നക്ഷത്രം. നീർമരുത്. വിശാഖം വയ്യം കൈത. അത് കൊള്ളാലോ.
കേൾക്കാത്ത പേരാ. അനിഴംകാർക്കാണെങ്കിൽ ഇലഞ്ഞി, തൃക്കേട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ വെട്ടി, മൂലം നക്ഷത്രക്കാർക്കാണെങ്കിൽ വെള്ളപ്പൈൻ, പൂരാടം വഞ്ചി, ഈ ഉത്രാടം പ്ലാവ്, തിരുവോണം നക്ഷത്രക്കാർക്കാണെങ്കിൽ എരുക്കാണ് കേട്ടോ. അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ വന്നി, ചതയമാണെങ്കിൽ കടമ്പ്, പൂരുരുട്ടാതി നക്ഷത്രക്കാണെങ്കിൽ മാവ്, ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ കരിമ്പന, രേവതിക്കാർക്കാണെങ്കിൽ ഇലിപ്പ. അപ്പോൾ ഇത്രയും വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണല്ലേ. ഓ, അപ്പോൾ ഓരോരോ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം അല്ലേ, അതുള്ള. അപ്പോൾ അലക്സ്, ഈ ചെടികളാണോ മരങ്ങളാണോ ഇതൊക്കെ? ഇത് മരങ്ങളാണ്. ആ, ഇതൊരു വെറൈറ്റി ഐറ്റം. നമ്മൾ പണ്ട് കണ്ടിരുന്ന അമ്പഴം എന്ന് പറയുന്നില്ലേ, ആ ആ ഇപ്പൊ അറിയണ്ടാവൂല മിക്കവർക്കും. അതെ, പണ്ടുണ്ടായിരുന്നതാണ് അമ്പഴം. ഇതൊക്കെ ഇപ്പോഴും നമ്മളിവിടെ ഉണ്ട്. ഓ, അതുപോലെ തന്നെ വേറൊരു ഉണ്ട്, ബ്ലാത്തി അമ്പഴങ്ങ. ബ്ലാത്തി അമ്പഴം, അതേതാ? ദേ, ഈ കാണുന്നതാണോ? അതെ അതെ, ആ, അടിപൊളി. ബ്ലാത്തി. ബ്ലാത്തി അമ്പഴങ്ങ അല്ലേ? സാധാരണ അമ്പഴങ്ങ പുളിയാണ്. ആ, ഇതിന് മധുരം ഉണ്ടാവും. മധുരം ഉണ്ടാവും. എന്താ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താ? നമ്മളിപ്പോ പണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ, ആ. നമുക്ക് കിട്ടാനില്ല ഈ സാധനം. ഓ ഓ ഓ, നമ്മളിപ്പോ കൊണ്ടുവന്ന് വെച്ചിരുന്നത് സ്വീറ്റ് അമ്പഴങ്ങയാണ്. ആ, സ്വീറ്റാണ്. സ്വീറ്റാണ് അമ്പഴങ്ങ, സാധാരണ പുളിയാണ്. ആ ആ, ഇത് മധുരം ഉണ്ടാവും. ആ, ഇത് ശരിക്കും നമ്മുടെ വൃക്ഷം പോലെ തന്നെ വലുതാണ്. അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ജേഡ് ഗാർഡൻസിൽ നമുക്ക് ചെടികൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് നല്ല നല്ല മരങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇവിടെ വരിക. വേറെ ഒന്നുണ്ട്, മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ? അതെ. ഓക്കെ. അതെന്താ ഇതിൻ്റെ പ്രത്യേകത? മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയാൻ കാര്യം? ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട്. ആ, അത് നമ്മളിപ്പോ ഇത് കഴിക്കാന്ന് വിചാരിക്കും. ആ, അപ്പൊ അതിന് മധുരം ഉണ്ടാവും എന്തായാലും. ഓക്കെ. ഒരു കുറച്ചധികം മധുരം വായിലിങ്ങനെ നിൽക്കും. ഓ, നമ്മൾ എന്ത് കഴിച്ചാലും മധുരം അവിടെ തന്നെ മധുരം ഫീൽ ചെയ്യും. മധുരം ഫീൽ ചെയ്യും. അത് കൊള്ളാം. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് കാണാട്ടോ. ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ആ, വായി. ഓ, ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലേ? അതെ അതെ. ആ, അതെ. ഇവിടെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടെ, ഇപ്പം കാണിച്ചു തരാം. അത് കണ്ടോ? മോൺസ്റ്റർ. ആ, മോൺസ്റ്റർ. ഇത് കണ്ടോ, പുഴു കടിച്ചോളെ ഇരിക്കണം. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, ജനിതകം അങ്ങനെയാണ് ശരിക്കും. ഇത് ജനിച്ച് പല വെറൈറ്റി ഉണ്ട്. ജനിച്ച് വളർന്നതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് പുഴു കടിച്ചാണെന്നുള്ളത്. എന്താണ് അതിൻ്റെ പേരെന്താണ്? ഇതിന്റെ പേര് മോൺസ്റ്ററാ. ആ, അതുണ്ടോ, ഇതാണ് സാധനം. കണ്ടില്ലേ? നിങ്ങൾ വിചാരിക്കും പുഴു കടിച്ചാണ്. പുഴു കടിച്ചതല്ല, ഇങ്ങനെയാണ് ഇവൻ്റെ ജനിതകം ഇങ്ങനെയാണത്. മോൺസ്റ്ററ. അതായത് എന്തായാലും കൊള്ളാത്. ഓക്കെ. ഇതെല്ലാം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഓക്കെ. CC പ്ലാന്റ്സും അവൈലബിൾ ആണ്. നമ്മുടെ ഓക്സിജൻ ബോംബ് എന്ന് പറയുന്നത്. ആ, ഇതാണല്ലേ? അതെ. ഓക്കെ. കൊള്ളാം. നമ്മളെ പിന്നെ മറ്റേ ഞാൻ പറഞ്ഞ മറ്റേ സംഭവം എന്ത്? ആ, ഇതാ സപ്പകോള. അതല്ലേ? സ്നേക്ക് പ്ലാന്റ്. പണ്ട് ഉണ്ടായിരുന്ന ചെടികളാണ്. ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ്. ഈ കാണുന്നതൊക്കെ അല്ലേ? സിൽവർ വൈ. ഓക്കെ. ആ, ഇതിന്റെ വേറെ കളറാണ്. പിന്നെ കലാത്തിയ അവൈലബിൾ ആണ്. കലാത്തിയ മറാന്ത ഒക്കെ വിദേശ പേരുകളാണ്. സൗത്ത് ആഫ്രിക്കൻ. ഇവനൊക്കെ അല്ലേ? ഇതൊക്കെ സൗത്ത് ആഫ്രിക്കൻ ആണ് കേട്ടോ. സൗത്ത് അമേരിക്ക. ഓക്കെ. പിന്നെ ഫേൺ ഉണ്ട്. ഇതാ? അതെ, ഫേൺ ഇഷ്ടപ്പെടുന്ന മരമാണ്. ഈ മോയ്സ്ചർ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. ചട്ടിയിലാക്കി വേണമെങ്കിൽ ഈ വാഷ് ബേസിന് സൈഡിൽ കൊണ്ടെന്ന് വെച്ചാൽ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? നല്ല ലഷ് ഗ്രീൻ ആയിട്ട് നല്ല ബുഷിയായിട്ട്. ഈ ചൈനീസ് ഫിലിംസിലൊക്കെ കണ്ടല്ലോ നമ്മളിങ്ങനെ അതേപോലെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു ആശയം കൂടി കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് വേണ്ട, ഒരു പ്ലാന്റ് സെറാമിക്. അതെ. ഇപ്പൊ ഈ എന്തായാലും ക്രിസ്മസ് സീസൺ ആണ്. അതെ. ആൾക്കാർ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ. അതെ. ക്രിസ്മസ് ഫ്രണ്ടിനെ കാണുന്നത്. അതെ. അപ്പൊ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പ്ലാന്റ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഒരു സീസണൽ ഗ്രീറ്റിംഗ്സും അത് മാത്രമല്ല നമുക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം, നല്ലൊരു സാധനമാണ് കൊടുത്തത്. അയാൾക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു രീതിയിൽ. ഗ്രീൻ എന്ന് വെച്ചൊരു ഹീലിംഗ് കളറാണ്, നമുക്കൊരു പ്ലസന്റ്നെസ് കിട്ടുന്ന ഒരു കളറാണ്. അത് പ്ലാന്റ് രൂപത്തിൽ ചെല്ലുമ്പോൾ എന്തായാലും അതായത് നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പൊ ഇതിന്റെ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ, വേറെ ഡിസൈൻ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പല പല സൈസിലും അവൈലബിൾ ആണ്, പല സെറാമിക്കിലും. പിന്നെ നമ്മൾ ഏത് ചെടി ഏത് രീതിയിൽ വേണമെന്ന് പറഞ്ഞാലും ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലേ? ഇത് നമുക്ക് ഈ സെറാമിക്സ് ഒക്കെ എവിടെ നിന്നാണ്?
സെറാമിക്സ് മെയിൻ വരുന്നത് നമ്മള് UP കുർജ എന്നാണ്. അപ്പൊ കുർജനെ കുറിച്ച് പറയണമെങ്കിൽ മുഗൾ പീരീഡ് തുടങ്ങി തന്നെ ഇന്ത്യയിലെ ലീഡിങ് സ്പോർട്ട് ഇൻഡസ്ട്രീസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു അഫോർഡബിൾ പ്രൈസിലാണ്. സ്റ്റാർട്ടിങ് തന്നെ 45 ആണ്. അപ്പോൾ ഇതൊക്കെ കൊള്ളാലോ. എല്ലാം മിനിമം മെഷീനറിയിലാണ്. അവര് മെയിൻ ആയിട്ട് ഹാൻഡ് ആണ്, മാനുവൽ വർക്ക് ആണ് അവർ കൂടുതൽ ചെയ്യുന്നത്. മെഷീൻസിന്റെ ഉപയോഗം വളരെ കുറവാണ്. ഇതെല്ലാം ഇപ്പൊ നമുക്ക് കൊണ്ടുവന്ന് ഹൈദരാബാദ്, അവിടെ UP ഉത്തർപ്രദേശ്. ഇതെല്ലാം അവിടെ നിന്ന് തന്നെയല്ലേ? നല്ല നല്ല പോട്ട്സാണ്. ക്ലാസിക് പോട്ട്സ് അവൈലബിൾ. അവരെല്ലാം ചെയ്യുന്നത് നല്ലൊരു എസ്തെറ്റിക് വൈബിലാണ്. സാധാരണ ഞാൻ കൂടുതലും മിക്കവരും ഫ്ലാറ്റിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് ചെടിയും സെറാമിക്കും വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ടെറസിലുണ്ട്. അവർ പറയുമ്പോൾ നമ്മൾ റീപ്ലാന്റ് ചെയ്ത് ഏത് ചെടിയാണ് വേണ്ടത് അത് സെറാമിക്കിലാക്കും. ഏത് സെറാമിക് അവർ പറയുന്നത് അതിലാക്കും. പിന്നെ അതിന് വേണ്ട ഈ പെബിൾസ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ അത് അറേഞ്ച് ചെയ്യും. അങ്ങനെ ചെയ്യും. ഓക്കെ, കൊള്ളാം. കേട്ടോ, നിങ്ങൾ കേട്ടല്ലോ സംഭവങ്ങൾ. നമ്മളുടെ യുവ സംരംഭകരുടെ മുഖത്തു നിന്ന് കേൾക്കുന്നതാണ്. എനിക്ക് കേട്ടിട്ട് സന്തോഷമാണ്. ഇത് കണ്ടില്ല, നമ്മൾ ആ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. എനിക്ക് പേരറിയില്ല, ഞാൻ ചോദിച്ചു നോക്കാം എന്താണെന്നുള്ളത്. ഫിഡിൽ ഫിക്കസ്. വീടിനകത്ത് മരം വേണ്ടവർക്ക് വെക്കാൻ പറ്റും. നമ്മളിപ്പോ ഒരു സെൽഫ് വാട്ടറിംഗ് ചട്ടിലാണ് വെച്ചിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുക, അബ്സോർവ് ചെയ്യും അല്ലേ? ഇത് നമ്മള് ക്ലേ ബോൾസ് ആണ്. പ്ലാന്റിന് തണുപ്പ് ഒരു ഇതാണ് സംഭവം. ശരിക്കും നല്ല ക്ലേ ആണ് കേട്ടോ. നിങ്ങൾ കല്ലെന്ന് വിചാരിക്കണ്ട, ഒറിജിനൽ ക്ലേ ആണ്. പക്ഷേ സ്ട്രോങ് ആണ്. കൈ ബലം പിടിച്ചിട്ട് പോലും ഇതാകുന്നില്ല. വീടിനകത്ത് മരം വേണ്ടവർക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ. അതിന്റെ ചെറിയ വെറൈറ്റി ആണ്. ഓക്കെ, നമ്മുടെ ഫേൺ ആണ് നേരത്തെ നമ്മൾ കണ്ടത്. വേറൊരു വെറൈറ്റി. ഇത് ഈ നടുക്കുള്ള എന്താണ്? ഫിലോഡെൻഡ്രോൺ. അതെന്താ പ്രത്യേകത? അതിന്റെ എന്തെങ്കിലും? അതിന്റെ ഒരു ശരിക്കും ഇലച്ചെടിയാണ്. കളറ് പല വെറൈറ്റി ഉണ്ട്. ഇത് ബോൺസായി. ഇതിപ്പോ പറഞ്ഞത് ഇതാണ് മറ്റേ സ്പൈഡർ അല്ലേ? സ്പൈഡർ പ്ലാന്റ്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കസ്റ്റമേഴ്സിന് ടേക്ക് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് തന്നെ. എല്ലാം ഇൻഡോർ. കസ്റ്റമർ വേറെ ചട്ടി വേണമെങ്കിൽ അതിനകത്ത് മാറ്റി കൊടുക്കും. ഓക്കെ, ഇതിന്റെ പേരെന്താണ് ശരിക്കും? ഇത് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടായിരുന്നു? ഇത് സിങ്കോണിയം. ഏത് കളർ ചട്ടി വേണമെങ്കിലും. ഇത് നമ്മളെ നേരത്തെ പറഞ്ഞ അലോക്കേഷ്യ, സിങ്കോണിയം. ഇതാണ് പറഞ്ഞ സംഭവം. സിങ്കോണിയം. ബേർഡ്സ് നെസ്റ്റ്. സ്പൈഡർ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ബേർഡ്സ് നെസ്റ്റ്. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു സൈക്കിളിലൊരു സംഭവം ഇരിപ്പുണ്ട്. സൈക്കിൾ സ്റ്റാൻഡിലാണ് 3 സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണിത്? ഇത് നിയോൺ പോത്തോ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മണി പ്ലാന്റ് തന്നെ ഫുൾ യെല്ലോ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ സ്നേക് പ്ലാന്റ് തന്നെ. പിന്നെ സിങ്കോണിയം. ഇതിപ്പോ നമ്മൾ സെറ്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കും അല്ലേ? അതെ. ഇത് ക്രിസ്മസ് പ്ലാന്റ് ആണ്. നല്ല മഞ്ഞുള്ള സമയത്ത് ഇത്രയും നല്ല മഞ്ഞ കളർ എല്ലാ ഇതളും മഞ്ഞായിട്ട് വരും അല്ലേ? പുതിയ ഇലകളെല്ലാം ഈ കളറായിരിക്കും. ഓക്കെ, സീസണലാണ്. ഡിസംബറില് നവംബറിലൊക്കെ നല്ലോണം മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, പല കളറും അവൈലബിൾ ആണ് ഇവിടെ. വൈറ്റും റെഡും മിക്സും കൂടി ഉണ്ട്. അടിപൊളി. നമ്മളപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മുടെ സംരംഭകരുടെ വീട്ടിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കാം എന്താണ് നമ്മളുടെ വൈൻഡപ്പിൽ എന്താ പറയാനുള്ളത് നോക്കാം. പറയാനുള്ളതെന്ന് വെച്ചാൽ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ഇനിയും അവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. പ്ലാന്റ് വിത്ത് പാഷൻ. പ്ലാന്റ് വിത്ത് പാഷൻ. കേട്ടല്ലോ, പ്ലാന്റ് വിത്ത് പാഷൻ. അപ്പോൾ എല്ലാവരും മരം നടുക, സംരക്ഷിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക. ബൈ.